നമസ്കാരം. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനുമാവുന്നില്ല. പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ വിദേശ നയ എസ്റ്റാബ്ലിഷ്മെന്റ് ഇപ്പോൾ ട്രംപിന്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവരുടെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തയാണ്. ട്രംപ് വരുന്നു, എല്ലാം ശരിയാകും, ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളുടെ പുഷ്കലകാലം ഇതാ വരാൻ പോകുന്നു. ഇതായിരുന്നല്ലോ പൊതുവെയുള്ള ചിന്ത. പക്ഷെ ട്രംപ് വന്നു, എല്ലാം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ ട്രംപിന്റെ ആദ്യ പ്രഖ്യാപനങ്ങൾ ഒരു സൂചനയാണ് എങ്കിൽ ഭാരതത്തിന് ആശങ്കപ്പെടാനും സന്തോഷിക്കാനും വകയുണ്ട്. ആശങ്കകൾ പരസ്യമായി വിദേശകാര്യ മന്ത്രാലയമോ എസ്റ്റാബ്ലിഷ്മെന്റോ പറയുന്നില്ല. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തീർച്ചയായും ഭാഗഭാക്കായിരുന്നു ട്രംപിന്റെ സ്ഥാനാരോഹണ വേളയിൽ. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ശ്രീ ജയശങ്കറും ഉണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞ കുടിയേറ്റ വിരുദ്ധത ഒരു പരിധിവരെ ഇന്ത്യയെ ബാധിക്കാവുന്നതാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ കുടിയേറ്റ വിരുദ്ധത എന്ന് പറയുമ്പോൾ അത് നയമായി പറഞ്ഞു വെക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതിന്റെ നാൾവഴികളിലേക്ക് വരികയാണ്. അതൊരു കൺസേൺ. മറ്റൊരു കൺസേൺ എന്ന് പറയുന്നത് വ്യാപാരമാണ്. ട്രംപ് പക്ക ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് ഇൻഡോ അമേരിക്കൻ ട്രേഡിനെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷയാണ്, അതിന്റെ വർദ്ധിക്കുമെന്നൊരു വലിയ പ്രതീക്ഷയായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ട്രേഡിന്റെ കാര്യത്തിലും ട്രംപ് ഒരുപക്ഷെ ടാരിഫിന്റെ കാര്യത്തിൽ കർശനമായ നിലപാടുകൾ സ്വീകരിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. ആശങ്കയാണ്. 3 ഭീകരതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന പല ഭീകരന്മാരും, പ്രത്യേകിച്ച് ഖലിസ്ഥാൻ ഭീകരർ താവളമാക്കിയത് കാനഡയും അമേരിക്കയുമാണ്. പ്രത്യേകിച്ച് ഗുർ പട്വന്ത് സിംഗ് പന്നുവിനെ പോലെയുള്ള ആളുകൾ, ഇരട്ട പൗരത്വമുള്ളവർ, കാനഡയിലും അമേരിക്കയിലും പൗരത്വമുള്ളവർ അമേരിക്കയിൽ വിഹരിക്കുന്നു. അവരെ പിടിച്ച് ഇന്ത്യക്ക് കൈമാറുമോ, അതോ അവർക്ക് സ്വൈരവിഹാരം നടത്താൻ ട്രംപിന്റെ കാലത്തും അനുവാദമുണ്ടാകുമോ, അതേക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ 3 വിഷയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളുടെ ട്രംപ് അധികാരത്തിൽ വന്നിട്ട് ഏതാനും ദിവസങ്ങളായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ട്രംപിന്റെ ഇന്ത്യ നയം ഒരു ചെറിയ കത്ത് കൊടുത്താണ് ജയശങ്കറിനെ ശ്രീ നരേന്ദ്രമോദി അയക്കുന്നത്. ആ കത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്ന് മാധ്യമങ്ങൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ഒരു ഇൻവിറ്റേഷൻ ആയിരിക്കാം. ഇപ്പോൾ ഇനി നടക്കേണ്ട ക്വാഡിന്റെ ചതുർ രാഷ്ട്ര സഖ്യമായ നാവിക സഖ്യമായ ക്വാഡ്, അമേരിക്ക, ഇന്ത്യ, ഓസ്ട്രേലിയ ആൻഡ് ജപ്പാൻ, ഈ 4 രാജ്യങ്ങൾ അടങ്ങുന്ന നാവിക ഒരു എക്സസൈസ്, അതിന്റെ പ്ലാറ്റ്ഫോം, അതിന്റെ സമ്മേളനം അടുത്ത് നടക്കേണ്ടത് ഡൽഹിയിലാണ്. ഇന്ത്യയാണ് ആതിഥ്യമരുളേണ്ടത്. അങ്ങനെയെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ ക്ഷണിക്കാനായുള്ള ക്ഷണക്കത്താണെന്ന് ചിലർ പറയുന്നു. മറ്റു ചിലർ വ്യക്തിപരമായ ആശംസയാണെന്ന് പറയുന്നു. അതെന്ത് തന്നെ ആയിരുന്നാലും ശരി, ഏറ്റവും വൈകി വരുന്ന ലേറ്റസ്റ്റായി വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദി 1 മാസത്തിനുള്ളിൽ വാഷിംഗ്ടൺ DC-യിൽ വെച്ച് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തും എന്നാണ് പറയുന്നത്. ആ ചർച്ചയ്ക്ക് ശേഷം മാത്രമാവും ഒരു വ്യക്തമായ ഇന്ത്യ നയം ട്രംപ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് ഒരു കരട് നയം മാത്രമാണ്. അമേരിക്കയുടെ ഒരു വിശദമായ ഒരു വിദേശ നയമുണ്ട്, ഒരു ലാർജർ നയമുണ്ട്. പക്ഷെ ഓരോ രാജ്യങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേകമായ നയം രൂപപ്പെടുത്തണം. ചൈനയും ഇന്ത്യയും ഒരേ ത്രാസിൽ വെച്ച് തൂക്കാനാവില്ല, അതിന് വെയിറ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ട്രംപിന്റെ ചൈന നയം കുറച്ചുകൂടി വ്യക്തമാണ്. ചൈനയിൽ നിന്നും ഉള്ള ഇറക്കുമതിക്ക് 10% ചുങ്കം കൂട്ടി ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു വ്യാപാര യുദ്ധം ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു. റഷ്യക്കെതിരെ ഉപരോധം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ. അപ്പൊ റഷ്യ നയത്തിന്റെ കാര്യത്തിൽ ഒരു തീർച്ചമൂർച്ചയുണ്ട്. പക്ഷെ ഇന്ത്യയെക്കുറിച്ച് കാര്യമായ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ പറഞ്ഞത് ഒരു സൂചനയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷം, വിജയിച്ചതിന് ശേഷവും അധികാരമേറ്റെടുത്തതിന് ശേഷവും ട്രംപ് നടത്തിയ വാചക കസറത്തുകൾ ഹരിച്ച് ഗുണിച്ചൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് കച്ചവടത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അമേരിക്ക തയ്യാറല്ല. ചൈനീസ് പ്രോഡക്ട്സിന് 10% അധിക തീരുവ, അതേ തീരുവ തന്നെ ഇന്ത്യൻ പ്രോഡക്ട്സിനും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വിദേശ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും ഫിനിഷ് പ്രോഡക്ട്സ്, കാറുകൾ ഉൾപ്പെടെ, ബൈക്കുകൾ ഉൾപ്പെടെ, മറ്റ് സാധനങ്ങൾ, ഫ്രിഡ്ജുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒക്കെ ഇറക്കുമതി ചെയ്യുമ്പോൾ ഭീമമായ ഇറക്കുമതി ചുങ്കമാണ് ഭാരതം ചുമത്തുന്നത്. ട്രംപ് അതേക്കുറിച്ച് വലിയ തോതിൽ കർശനമായിട്ട് തന്നെയാണ് സംഭവിച്ചത്.
ഇങ്ങോട്ടില്ലെങ്കിൽ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ലാഭകരമായി ഞങ്ങളുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയറ്റുമതിക്ക് ഞങ്ങൾ കാര്യമായ പ്രതിബന്ധം സൃഷ്ടിക്കുന്നില്ല, ഞങ്ങൾ വലിയ ടാക്സ് ചെയ്തിട്ടല്ല അതിനെ ഇറക്കുമതി ചെയ്ത്, തിരിച്ച് ആ ഒരു ആനുകൂല്യം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് ഇനി നയം മാറും, കളി പാളും മോനെ. ഇതാണ് ട്രംപിന്റെ ഒരു വ്യംഗ്യമായ താക്കീത്. അതുകൊണ്ട് തിരക്കിട്ട കൂടിയാലോചനകളാണ് ഇന്ത്യയുടെ ഈ ബഡ്ജറ്റ് അവതരണത്തിന് മുൻപുള്ള നാളുകൾ. ഇപ്പൊ ഫെബ്രുവരി 1-ാം തീയതി നമ്മുടെ ബഡ്ജറ്റ് അവതരണം ഉണ്ടാകും. അതിന് മുൻപ് തന്നെ വ്യക്തമായ ധാരണ ഇക്കാര്യത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് അമേരിക്കയെ സന്തോഷിപ്പിക്കുന്ന, സുഖിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ട്രംപിന്റെ മനസ്സിനെ സ്വാധീനിക്കാവുന്ന ചില പ്രഖ്യാപനങ്ങളെങ്കിലും ദിശാസൂചകമായി ഇന്ത്യയുടെ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ദേശീയ ബഡ്ജറ്റിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിനുശേഷം മാത്രമേ അമേരിക്ക ഒരുപക്ഷെ കർശനമായ നിലപാടുകളിലേക്ക് പോകൂ. നമ്മുടെ ഓഹരി വിപണി പക്ഷേ ഇതൊക്കെ വലിയ ആളുകളാണ്. അവരൊക്കെ ഓഹരി വിപണി, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സെൻസിറ്റീവ് ഇൻഡെക്സ്, സെൻസെക്സ്, ഇതൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച. ട്രംപ് വന്നപ്പോൾ ഉണ്ടായ ആവേശം, ട്രംപ് അധികാരത്തിൽ ജയിച്ചു വന്നപ്പോൾ വലിയ ആവേശമായിരുന്നു. പക്ഷേ വിപണികളിൽ നിരാശ. അമേരിക്കൻ ട്രഷറി ബോണ്ടുകളുടെ വരുമാനം കൂടുകയാണ്. അതിനർത്ഥം ഗ്ലോബൽ ക്യാപിറ്റൽ, ഗ്ലോബൽ ഇൻവെസ്റ്റബിൾ ഫണ്ട്സ് എല്ലാം തന്നെ അമേരിക്കയിലേക്ക് ഒഴുകുകയാണ്. അമേരിക്കയിൽ നിക്ഷേപിച്ചാൽ, അമേരിക്കയുടെ ഫിക്സ്ഡ് അസറ്റ്സിൽ നിക്ഷേപിച്ചാൽ വരുമാനം കൂടുതൽ ഉണ്ടാകും. അപ്പം വികസ്വര വിപണികളിലേക്ക്, ഇന്ത്യയിലും ചൈനയിലുമുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളിലേക്ക് വലിയ തോതിൽ നിക്ഷേപം ഉണ്ടാകാനുള്ള സാധ്യത കുറവായതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ട് പ്രിയംപ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഓഹരികളുടെ ഓവർ വാല്യുവേഷൻ കുറയുകയാണ്. അപ്പൊ അങ്ങനെ വിറ്റൊഴിയൽ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിലാണ് കഴിഞ്ഞ 2-3 മാസമായി ഇന്ത്യൻ ഓഹരി വിപണിയിൽ വിറ്റൊഴിയൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ബെയർ റൺ ആണിപ്പോൾ. അതിഭീമമായ തകർച്ചയാണ് ഓരോ ദിവസവും വിപണികൾ ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഉയർച്ചയെ ഇപ്പോൾ ഒരു സാങ്കേതിക തിരുത്തൽ, ടെക്നിക്കൽ കറക്ഷൻ എന്ന നിലയിൽ മാത്രമേ കാണാനാവൂ. ഒരു വിപണി തകർച്ചയുടെ വക്കിലാണ്. അപ്പൊ ട്രംപ് എന്ന് പറയുന്ന ഫാക്ടർ ഇപ്പോൾ കുറച്ചുകൂടി ഡേഞ്ചറസ് ആകുന്നു. ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയാണല്ലോ ഭഗവാനെ ട്രംപിന്റെ നടപടികൾ. അതുകൊണ്ട് ഇന്ത്യ ഈസ് റീലിംഗ് അണ്ടർ പ്രഷർ. എന്നാൽ ഇനിയിപ്പോൾ ഇന്ത്യ ചില കൺസെഷൻസ് നൽകാൻ തീരുമാനിക്കും. അത് സാമ്പത്തികമായ ഒരു ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ, അതിൽ ഇന്ത്യ ഏറ്റവും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഇപ്പോഴും വ്യാപാരത്തിന്റെ തോത് കൂടുമെന്ന് തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് കാര്യമായ പ്രോത്സാഹനം ഉണ്ടാകും. അതുമാത്രമല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷനായി അമേരിക്കൻ കമ്പനികളുടെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷനായി മെയ്ക്ക് ഇൻ ഇന്ത്യ സ്കീമിന്റെ പദ്ധതിയുടെ ഭാഗമായി ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അമേരിക്ക ഒരു പ്രൊഡക്ഷൻ ബേസ്ഡായി മാറണമെന്ന് ട്രംപ് ആഗ്രഹിക്കുമ്പോഴും ചൈനയെ പൂർണ്ണമായും നിരാകരിക്കുമ്പോഴും പ്രൊഡക്ഷൻ ബേസായി അമേരിക്കയ്ക്ക് മാറണമെങ്കിൽ വലിയ തോതിലുള്ള ചിലവുണ്ട്. അമേരിക്കയിലെ ലേബർ കോസ്റ്റ് വളരെ ഹൈ ആണ്. അമേരിക്കയിൽ ഒരു കാര്യം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഭീമമായ ചിലവ് വരും. അപ്പൊ അത് ജനത്തിന് താങ്ങാനാവുന്ന വിലയിൽ ഉള്ള പ്രോഡക്റ്റുകൾ അവിടെ ലഭ്യമല്ല. അപ്പോൾ പിന്നെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുക. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ഷട്ട് ഡൗൺ ചെയ്യാനാണ് അമേരിക്കയുടെ പദ്ധതി എങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൊണ്ടുവരാനാണ്, ഭീമമായ നികുതികളിലൂടെ കുറച്ചുകൊണ്ടുവരാനാണെങ്കിൽ, അതിന് ബദലായി പകരം എവിടെ നിന്നെങ്കിലും സാധനം എത്തണമല്ലോ. അതിനുള്ള നല്ല ഇടമാണ് ഇന്ത്യ. അങ്ങനെയെങ്കിൽ ആ പോളിസി ഇൻഡയറക്റ്റായി ഇന്ത്യക്ക് പ്രയോജനം ചെയ്യും. ഇന്ത്യ ഒരു പ്രൊഡക്ഷൻ ബേസായി വളരുകയും വലിയ തോതിലുള്ള നിക്ഷേപം ഇന്ത്യയിൽ ഉണ്ടാവുകയും ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും വലിയ തോതിൽ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയ കാര്യങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ന്യായമായ തീരുവ ചുമത്തി അമേരിക്ക ഈ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ഇറക്കുമതി ചെയ്യുകയും ചെയ്യും എന്ന സുന്ദര മോഹന സ്വപ്നം കണ്ടിരിക്കുകയാണ് ഭാരതം. അത് സ്വപ്നമാണ്, ഇപ്പോൾ നടന്നു വരുമോ ആവോ. ഇനി രണ്ടാമത്തെ കാര്യം, കുടിയേറ്റം. ഇന്ത്യൻ വംശജരായ ആളുകൾ ഏതാണ്ട് 40 ലക്ഷത്തോളം പേരാണ്. 38 ലക്ഷം, 40 ലക്ഷം, പല എസ്റ്റിമേറ്റ്സ് ആണ്. അത്രയും പേരാണ് അമേരിക്കയിലുള്ളത്. അതല്ലാണ്ട് മഹാഭൂരിപക്ഷവും അധികൃതമായി കുടിയേറി വന്ന ആളുകളാണ്. അപ്പൊ H1B വിസ അല്ലെങ്കിൽ ആശ്രിത വിസ, H4 വിസ, അവിടെയൊക്കെ അമേരിക്ക ആഗ്രഹിക്കുന്നു ഇന്ത്യൻസ് വന്ന് അവിടെ രാഷ്ട്രീയത്തിൽ ഇടപെടാറുണ്ട്. പക്ഷേ അത് പോസിറ്റീവ് ഇടപെടലാണ്. വിധ്വംസക പ്രവർത്തനത്തിൽ വളരെ കുറച്ച് ഇന്ത്യക്കാരെ ഉണ്ടാകൂ. മാഫിയ പ്രവർത്തനത്തിൽ മെക്സിക്കോക്കാർ ഇടപെടുന്ന പോലെ അല്ല ഇന്ത്യക്കാർ. അവർ വളരെയധികം നിയമവാഴ്ചയെ അവർ അംഗീകരിക്കുന്ന ആളുകളാണ്. അമേരിക്കയുടെ റൂൾസ് ഇന്ത്യയിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു റൂളും ബാധകമല്ലാത്ത ആളുകൾ അമേരിക്കയിൽ ചെന്നാൽ അവിടെ അച്ചടക്കത്തോടു കൂടി, അതാണല്ലോ മലയാളിയുടെ ശീലം,
ഇവിടെ ചെല്ലുമ്പോഴും ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അച്ചട്ടായിട്ട് അനുസരിച്ചുകൊണ്ട് അവിടെ ജീവിച്ച് വിജയം കൊയ്യുന്നവരാണ് പ്രത്യേകിച്ചും കേരളീയരായ കുടിയേറ്റക്കാർ. അപ്പൊ അതേക്കുറിച്ച് അമേരിക്കയ്ക്ക് അഭിമാനം തന്നെയാണ്, വലിയ കുഴപ്പമില്ല. എന്നാലും കണക്കിൽപ്പെടാത്ത 20,000-ഓളം പേരെങ്കിലും ഉണ്ട്. ചില എസ്റ്റിമേറ്റുകളിൽ 40,000-ഓളം പേരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ 20,000 പേരുടെ ലിസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ ചുമതല ഏറ്റെടുത്ത അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റുബിയോയും വിദേശകാര്യ മന്ത്രി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ ജയശങ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ ദിവസം. ആ കൂടിക്കാഴ്ചയിൽ ഒരു ധാരണയായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് ജയശങ്കർ തിരിച്ച് ഇന്ത്യയിലെത്തി പ്രസ്താവന നടത്തിയിരിക്കുന്നു. അനധികൃതമായ കുടിയേറ്റക്കാരെ തിരിച്ചു സ്വീകരിക്കാൻ ഇന്ത്യ ഒരുപക്ഷെ സന്നദ്ധമാണ്. അതുമായി ബന്ധപ്പെട്ട തകൃതിയായ ചർച്ചകൾ നടക്കുന്നു. ഒരു തർക്കമില്ലാതെ തന്നെ സിംബോളിക്കായിട്ടെങ്കിലും ഈ 20,000 പേരെ ഒഴിച്ചു വിടണമെന്ന് ഒരുപക്ഷെ ട്രംപിൽ ഉണ്ടാവില്ല. അത് വലിയ നമ്പറൊന്നുമല്ല ശതമാനക്കണക്കിൽ നോക്കുമ്പോൾ. പക്ഷെ കുറച്ചു പേരെയെങ്കിലും അനധികൃതമായ കുടിയേറ്റക്കാരിൽ കുറച്ചു പേരെയെങ്കിലും തിരിച്ചു വിട്ടുകൊണ്ട് ട്രംപ് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഇന്ത്യയുമായി ചങ്ങാത്തം നിലനിർത്തി അതൊരു രാഷ്ട്രീയ കോളിളക്കം കൊടുങ്കാറ്റിലേക്ക് എത്തിക്കാൻ ഇന്ത്യയുടെ ഭരണകൂടവും ട്രംപും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു മെല്ലപ്പോക്കുണ്ടാകും എന്നൊരു ധാരണയാണ് അനൗപചാരികമായി ഒരു പക്ഷേ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ അമേരിക്കയിൽ ശക്തമായ നിയമവ്യവസ്ഥയുള്ള രാജ്യമാണ്. ഒരു പന്തിയിൽ 2 വിളമ്പ് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പം ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ ആളുകൾക്കും ചൈനയിൽ നിന്ന് കുടിയേറിയ ആളുകൾക്കും മെക്സിക്കോയിൽ നിന്ന് കുടിയേറിയ ആളുകൾക്കും ഒരേ നിയമം ഒരുപോലെ ബാധകമാകുമ്പോൾ അവിടെ നിയമം വളച്ചൊടിക്കാൻ ഇന്ത്യയെ പോലെ അത്ര എളുപ്പമല്ല അമേരിക്കയിൽ. അതുകൊണ്ട് ചിലർക്കൊക്കെ പൊള്ളാനുള്ള സാധ്യതയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടുത്തുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ നിന്നും പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ, അവർക്ക് പോകാം, പഠിക്കാം, സന്ദർശക വിസയിൽ ചെല്ലാം, പഠന വിസ ഉണ്ടാകും, ജോബ് വിസ ഉണ്ടാകും, H-1B വിസ ഉണ്ടാകും, ഒക്കെ ഉണ്ട്, താൽക്കാലിക സന്ദർശന വിസ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. അധികൃതം തന്നെയാണ്, കുടിയേറ്റമല്ല. പക്ഷേ പഠിക്കാൻ പോകുന്നവരുടെ മഹാഭൂരിപക്ഷവും പിന്നീട് വിവാഹം കഴിച്ച് അവിടെ തന്നെ കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങൾ പൗരന്മാരായി മാറുകയാണ് ജന്മദിവസം മുതൽ. പിന്നീട് ഇവർക്കൊക്കെ ഗ്രീൻ കാർഡൊക്കെ ലഭിക്കും. ഇപ്പോൾ ഇനി ആ പണി നടക്കില്ല. ഒന്നുകിൽ അമേരിക്കൻ പൗരൻ, അപ്പനോ അമ്മയോ ആരെങ്കിലും ഒരാൾ, പിന്നീട് അല്ല എങ്കിൽ ഗ്രീൻ കാർഡ് ഹോൾഡർ എങ്കിലും ആകണം. അവർക്ക് കുഞ്ഞ് ജനിച്ചാൽ അമേരിക്കൻ പൗരത്വം ലഭിക്കും, അല്ല എങ്കിൽ ലഭിക്കില്ല. അങ്ങനെ വന്നാൽ പലരും കുടിയേറ്റ മോഹത്തോടുകൂടി അവിടെ ചെന്ന് ഭാര്യയും ഭർത്താവുമായി ചെന്ന് കുട്ടികളൊക്കെ ഉണ്ടായി അമേരിക്കൻ പൗരന്മാരായി അവർക്കെല്ലാം അങ്ങ് താമസിച്ചു കൊള്ളാം എന്ന ഒരു വിശാല ചിന്ത ഇന്ത്യയിലെ, അല്ലെ പ്രത്യേകിച്ചും കേരളത്തിലെ ഒരുപാട് പേർക്കുണ്ട്. അതിനി അത്ര സുഗമമായി നടക്കില്ല. അതേസമയം അവർ ഹൈലി ക്വാളിഫൈഡ് ആണെങ്കിൽ ദേ ആർ വെൽക്കം. അവരെ അമേരിക്ക 2 കൈയും നീട്ടി സ്വീകരിക്കും. ഇതാണ് ഇലോൺ മസ്കാണല്ലോ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ, അല്ലെ, റിഫോംസ് ഒക്കെ കൊണ്ടുവരുന്ന ആളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വർക്ക് ഫോഴ്സ് ആവശ്യമാണ്, ക്വാളിഫൈഡ് വർക്ക് ഫോഴ്സ്. അത് മറ്റേത് രാജ്യത്തിന് കൊടുക്കാനാവുന്നതിനേക്കാൾ മെച്ചപ്പെട്ട തൊഴിൽ വിഭവം കൊടുക്കാൻ കേരളത്തിനും ഇന്ത്യക്കും ആവും. അത് വേണ്ട എന്ന് വെക്കാൻ ഒരിക്കലും അമേരിക്ക തയ്യാറാവില്ല. സ്വർണ്ണമുട്ടയിടുന്ന താറാവിനെ ട്രംപ് ഞെക്കി കൊല്ലില്ല കട്ടായം. പക്ഷേ ആ താറാവിടുന്ന മുട്ട, അതിൻ്റെ ഒരു അംശം തീർച്ചയായും അവർക്ക് വേണം എന്ന് പറയും. അതുകൊണ്ട് അത് പൂർണ്ണമായി നമുക്ക് അനുകൂലമൊന്നും ആവില്ല. എന്നാൽ ഇപ്പോൾ അവിടെ സ്ഥിരതാമസമുള്ള ആർക്കും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കാനുമാവില്ല. അതുകൊണ്ട് ആ വിഷയം അങ്ങനെ നിൽക്കുകയാണ്. ചെറിയ ആശങ്കയുണ്ട്. കേരളത്തിലെ പല ഭവനങ്ങളിലും ചെറിയ ആശങ്ക ഉണ്ട്. അത് തീർത്തും അസ്ഥാനത്തല്ല താനും. അതുകൊണ്ട് സമ്മിശ്രമായ ഒരു കാര്യമാണ് ട്രംപിന്റെ കുടിയേറ്റ നയം. പിന്നെ പന്നൂന്റെ കാര്യം, തീവ്രവാദം, ഖാലിസ്ഥാൻ വാദം, അതാണല്ലോ ഇന്ത്യയും കാനഡയും തമ്മിൽ തെറ്റിച്ചത്. ജസ്റ്റിൻ ട്രൂഡോ ഖലിസ്ഥാൻ വാദികൾക്ക് നൽകുന്ന നിർലോഭമായ പിന്തുണ കാനഡയുടെ മണ്ട് ഇന്ത്യ വിരുദ്ധ പ്രചരണത്തിനു വേണ്ടി ഉപയോഗിക്കാൻ നൽകുന്ന ലൈസൻസ് ഫ്രീ ഹോൾഡ്. ട്രംപിൽ നിന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ട്രംപിന്റെ നയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ പ്രസംഗത്തിലും ഊന്നി പറയുന്നു, വിദേശ മാഫിയകൾ, വിദേശ താല്പര്യങ്ങളുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇവിടെ നടക്കില്ല. ഞാൻ ഈ കസേരയിലിരിക്കുമ്പോൾ അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ പന്നൂം കൂട്ടരും ദേശം കഷായിക്കും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. പട്വന്ത് സിംഗ് പന്നു അമേരിക്കൻ പൗരത്വമുള്ളയാളാണ്, കനേഡിയൻ പൗരത്വമുള്ളയാളാണ്, ഇരട്ട പൗരത്വമാണ്. അദ്ദേഹം അവിടെ ഇവിടെ മാറി മാറി വരുന്നു. സിഖുകാർ
സിഖുകാരെ ലോകത്തെമ്പാടും പ്രത്യേകിച്ചും അമേരിക്കയിലും കാനഡയിലും സംഘടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിലെ ഖാലിസ്ഥാൻ വാദം ലൈവായിട്ട് നിർത്തുന്ന പ്രധാനിയാണ് പന്നു. ഇന്ത്യ അയച്ച ചില ഏജന്റുമാർ അമേരിക്കയിൽ വെച്ച് പന്നുവിനെ വധിക്കാൻ ശ്രമിച്ചതായി ബൈഡൻ അഡ്മിനിസ്ട്രേഷനിലെ ചിലരെങ്കിലും ആരോപിച്ചിരുന്നു. തെളിവുകളൊന്നും കൊടുക്കാൻ സാധിച്ചില്ല. നിജാർ വധത്തിൽ പോലും തെളിവുകൾ കൊടുക്കാൻ കാനഡയ്ക്കായില്ല എന്ന് പറയുന്നത് പോലെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ആ വിഷയം ഇപ്പോൾ തേഞ്ഞു മാഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയിലാണ്. ഇനിയും അങ്ങനെയുള്ള എപ്പിസോഡുകൾ അമേരിക്കയിലെ മണ്ണിൽ കയറി അല്ലെങ്കിൽ കാനഡയുടെ മണ്ണിൽ കയറി ഇസ്രായേൽ മോഡലിൽ ഇന്ത്യ ആക്രമണം നടത്തി ഇന്ത്യക്ക് പിടികിട്ടാനുള്ള ആളുകളെ വകവരുത്താനുള്ള അവസരം ഉണ്ടാക്കില്ല ട്രംപ് എന്ന് തന്നെയാണ് ചിന്തിക്കാനുള്ളത്. അതുകൊണ്ട് ട്രംപ് തന്നെ അത് കൈകാര്യം ചെയ്തുകൊള്ളും. ഇന്ത്യ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. ആ കാര്യങ്ങളൊക്കെ ഇങ്ങ് വിട്ടേര് മോനെ, ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ ബൈഡൻ അല്ല, ബൈഡന്റെ രീതികളായിരിക്കില്ല എന്റെ രീതികൾ എന്നുകൂടിയുള്ള ഒരു സ്നേഹപൂർവമായ ഓർമ്മപ്പെടുത്തലാണ് ട്രംപിന്റെ. അതുകൊണ്ട് ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ സിഖുകാരുടെ ഭാഗത്തു നിന്നാകട്ടെ മറ്റേതെങ്കിലും ഗ്രൂപ്പുകളുടെ ഭാഗത്താകട്ടെ അമേരിക്കക്കുള്ളിൽ നടക്കില്ല. അതിനെതിരെ നിയമം പോലുമുണ്ട് അല്ലെ? ഇപ്പോൾ പുതിയ നിയമം വരികയാണ്. ഭീകരപ്രവർത്തനം അതുപോലെയുള്ള സമാന്തര പ്രവർത്തനങ്ങളെ, മാഫിയകളെ, ഗ്രൂപ്പുകളെ നിയന്ത്രിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണവും എക്സിക്യൂട്ടീവ് ഓർഡറും വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അക്കാര്യത്തിൽ പേടിക്കാനില്ല എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ഇന്ത്യക്ക് വ്യാപാരപരമായ ആശങ്കകളുണ്ട്, കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ചെറിയ ആശങ്കകളുണ്ട്. എന്നാൽ ഭീകരതയെ ഒതുക്കുന്ന കാര്യത്തിൽ there is a convergence of Indo-American interest in containing terror. പ്രത്യേകിച്ച് ഇന്ത്യയെ ബാധിക്കുന്ന തീവ്ര പ്രസ്ഥാനങ്ങളെ ഒതുക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള ധാരണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് സൈനികമായ കാര്യങ്ങളിൽ നമുക്ക് കൂടുതലായി അമേരിക്കയെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യാവുന്ന ഒരു നിലയിലാണ്. അതുകൊണ്ട് സമ്മിശ്രമായ രീതിയിലാണ് ക്വാഡ് മുന്നോട്ട് പോകും ഉറപ്പായി. ചൈനയെ കൗണ്ടർ ചെയ്യാൻ സൈനികമായി അല്ലെങ്കിൽ തന്ത്രപരമായി ഇന്ത്യ എന്ന ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റിനെ ട്രംപിന് ആവശ്യമുണ്ട്, അമേരിക്ക ആവശ്യമുണ്ട്. അത് മുന്നോട്ട് പോകും. അതുകൊണ്ട് തികച്ചും സമ്മിശ്രമായ പ്രതികരണങ്ങൾ ആണ് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ആദ്യ ട്രംപിന്റെ സ്ഥാനാരോഹണം കഴിഞ്ഞുള്ള ഏർലിയസ്റ്റ് അസസ്മെന്റിൽ ദൃശ്യമാവുന്നത്.